കുളപ്പുള്ളിയിൽ CITUവിന്റെ കുടിൽകെട്ടി സമരത്തിനെതിരെ വ്യാപാരികളുടെ പ്രതിഷേധം. കുളപ്പുള്ളിയിൽ കടകളടച്ചാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം. കയറ്റിറക്കി യന്ത്രം കൊണ്ടുവന്നതിനാൽ തൊഴിൽ നഷ്ടമുണ്ടായി എന്നാരോപിച്ച് പ്രകാശ് സ്റ്റീൽസ് ആൻഡ് സിമന്റ്സ് എന്ന സ്ഥാപനത്തിന് മുമ്പിൽ 4 ദിവസമായി CITU കുടിൽകെട്ടി സമരം നടത്തുകയാണ്. ശ്രീകുമാരൻ പാലക്കാട് നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഇതിപ്പോൾ 4 ദിവസമായി തുടരുന്ന സമരം, അതിനെതിരെ ഇങ്ങനെ വ്യാപാരികൾ രംഗത്ത് വരാനുണ്ടായ പശ്ചാത്തലം എന്താണ്? ഈ വിഷയത്തിൽ CITU എടുത്ത നിലപാട്, അവിടെ ഒരു കയറ്റിറക്ക് മെഷീൻ കൊണ്ടുവന്നു. ഒരു 3 മാസം മുൻപായിരുന്നു കൊണ്ടുവന്നിരുന്നത്. ആ ഒരു ഘട്ടത്തിൽ അവിടെ തൊഴിലാളികൾക്ക് തൊഴിൽ നഷ്ടമുണ്ടാകുന്ന തരത്തിലൊരു ചർച്ച CITUവിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു. പക്ഷേ 2 പേർക്ക് മാത്രമേ തൊഴിൽ നൽകാനാകൂ എന്ന നിലപാട് ഉടമ സ്വീകരിച്ചു. പക്ഷേ തങ്ങൾക്ക് 4 പേർക്കെങ്കിലും തൊഴിൽ നൽകണമെന്ന നിലപാട് CITU ആദ്യഘട്ടത്തിൽ മുന്നോട്ട് വെച്ചു. പിന്നീട് CITU 2 എന്ന തരത്തിലേക്ക് മാറി. പക്ഷേ അപ്പോഴേക്കും ഹൈക്കോടതിയിലേക്ക് ഈ പ്രകാശ് സ്റ്റീൽസ് ആൻഡ് സിമന്റ്സിന്റെ ഉടമ പ്രകാശൻ പോയി അവിടെ ഒരു അനുകൂല വിധി സമ്പാദിച്ചു. ഇനി അടുത്ത സിറ്റിംഗ് വരെ ഇത് തുടരണം, സമാനമായ രീതിയിൽ കയറ്റിറക്ക് അതുമായി ബന്ധപ്പെട്ട് തന്നെ ആ യന്ത്രത്തിലൂടെ തന്നെ നടത്താമെന്നൊരു ഉത്തരവ് ലഭിച്ചു. ഇതാണ് CITUവിനെ പ്രകോപിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ 4 ദിവസമായി CITU ആ മേഖലയിൽ കുളപ്പുള്ളി ഈ പ്രകാശ് സ്റ്റീൽസിന് മുൻപിൽ കുത്തിയിരിപ്പ് സമരം നടത്തി വരികയാണ്. അവരുടെ വാദം, തങ്ങൾക്ക് തൊഴിൽ നഷ്ടം ഉണ്ടാക്കുന്നു, 2 പേർക്കെങ്കിലും തൊഴിൽ നൽകാതെ ഈ മിഷൻ പ്രവർത്തിപ്പിക്കാൻ അനുവദിക്കില്ല എന്നൊരു നിലപാടാണ് CITU സ്വീകരിക്കുന്നത്. അതിനെതിരായാണ് വ്യാപാരികൾ ഇന്ന് ഒന്നടങ്കം പ്രതിഷേധിക്കുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് 1 മണി വരെ കുളപ്പുള്ളി മേഖലയിലെ കടകൾ പൂർണ്ണമായി അടച്ചിട്ടാണ് അവരുടെ പ്രതിഷേധം. എന്തായാലും ഈ വിഷയം ഒരു സങ്കീർണമായ വിഷയമാണ്. തൊഴിൽ നഷ്ടമുണ്ടാക്കുമെന്ന് തൊഴിലാളികളും തങ്ങൾക്ക് അഡ്വാൻസ്ഡ് ടെക്നോളജി ഉപയോഗിച്ചേ മതിയാകൂ, അത് തങ്ങൾക്ക് നഷ്ടമുണ്ടാക്കും, അല്ലെങ്കിൽ തങ്ങൾക്ക് നഷ്ടമുണ്ടാക്കുമെന്ന് സ്ഥാപനം ഉടമയും നിലപാട്. CITU നേതാക്കൾ വിശദീകരിക്കുന്നത് എന്താണ് ശ്രീത്? ഇപ്പോൾ ഇങ്ങനെ വ്യാപാരികൾ ഇങ്ങനെ ഒരു സമീപനം കൂടി സ്വീകരിച്ച പശ്ചാത്തലത്തിൽ അവരുടെ പ്രതികരണം എന്താണ് ശ്രീത്? CITU നേതാക്കൾ പറയുന്നത് തങ്ങൾ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് തന്നെയാണ്. അവിടെ ആ സമരം തുടരുക തന്നെ ചെയ്യും. ആ യന്ത്രം പ്രവർത്തിപ്പിക്കാൻ അനുവദിക്കില്ല, അല്ലെങ്കിൽ ആ യന്ത്രം പ്രവർത്തിപ്പിച്ച് മറ്റു തരത്തിലേക്ക് ലോഡ് ഇറക്കാൻ അനുവദിക്കില്ല എന്നൊരു നിലപാട് CITU തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അവർ അവിടെ കുടിൽ കെട്ടി ആ സ്ഥാപനത്തിന് മുൻപിൽ സമരം നടത്തുകയാണ്. സ്ഥാപനം ഉടമ പറയുന്നത് CITU ആണ്, CPIM ആണ് അതിന് നേതൃത്വം കൊടുക്കുന്നത്. സ്വാഭാവികമായി തനിക്ക് വലിയ ഭീഷണിയൊക്കെ ഉണ്ട്, എന്തെങ്കിലും തരത്തിൽ തനിക്ക് എന്തെങ്കിലും സംഭവിക്കും, കടയിൽ ആൾ കയറുന്നില്ല എന്നാണ് സ്ഥാപന ഉടമ പറയുന്നത്. CITU പ്രവർത്തകർ നമ്മൾ ഇന്നലെ പോയി അവരോട് നേരിട്ട് കണ്ട് സംസാരിച്ചിരുന്നു. അവർ പറയുന്നത് തങ്ങൾക്ക് 2 പേർക്കെങ്കിലും തൊഴിൽ നൽകട്ടെ, അപ്പോൾ നമുക്ക് ആലോചിക്കാം ഈ മറ്റു കാര്യങ്ങൾ എന്നാണ് CITU പറയുന്നത്. CITU സമരവുമായി മുന്നോട്ട് പോവുക തന്നെയാണ്. എന്തായാലും സങ്കീർണമായ വിഷയമാണ്. പോലീസ് അടക്കം ഈ വിഷയത്തിൽ ഇടപെടുന്നില്ല എന്നൊരു ആക്ഷേപം ഈ പ്രകാശ് സ്റ്റീൽസിന്റെ ഉടമ, സിമന്റ്സിന്റെ ഉടമ പ്രകാശൻ ആരോപിക്കുന്നുണ്ട്. TK രജിത്ത്. പാലക്കാട്ടെ CITU നേതാവ് ശ്രീനിത്ത് ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീനിത്ത്, എന്താണ് ഇങ്ങനൊരു സമരത്തിന്റെ പശ്ചാത്തലം? ശ്രീകുമാരൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ശ്രീകുമാരൻ ഇപ്പോൾ നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീകുമാരൻ, ഇങ്ങനെയൊരു സമരത്തിൻ്റെ പശ്ചാത്തലം എന്താണ്? CITU ഇപ്പോൾ അവിടെ 4 ദിവസമായി ഇങ്ങനെയൊരു കുടിൽകെട്ടി സമരത്തിലേക്ക് കടന്നിരിക്കുന്നു. അതിനെതിരെ ഇപ്പോൾ വ്യാപാരികൾ പ്രതിഷേധമുയർത്തുന്നു. അവർ ഈ കടകൾ അടച്ചുകൊണ്ടുള്ള പ്രതിഷേധത്തിലേക്ക് കടന്നിരിക്കുന്നു. എന്താണ് അവിടെ സംഭവിക്കുന്നത്? അവിടെ തൊഴിലാളികൾ വർഷങ്ങളോളമായിട്ട് ചെയ്തു വന്നിരുന്ന തൊഴിലുടമ നിഷേധിച്ചതിനെതിരായിട്ടാണ് ഇപ്പോൾ ഈ സമരം നടന്നുകൊണ്ടിരിക്കുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെ അവിടെ ഒരു വിഷയം ഉണ്ടാവുകയും ഇതേ വ്യാപാരി സംഘടനകൾ എല്ലാവരും കൂടി ഒത്തുചേർന്ന് ചർച്ച ചെയ്ത് ഒരു തീരുമാനമെടുത്തതിന്റെ ഭാഗമായിട്ടാണ് ആ സ്ഥാപനത്തിൽ ഇപ്പോൾ തൊഴിലാളികൾ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ ആ തൊഴിലാളികൾക്ക് തൊഴിൽ നിഷേധിച്ച് ഹിന്ദിക്കാരായിട്ടുള്ള തൊഴിലാളികളെ കൊണ്ട് തൊഴിലെടുപ്പിക്കുന്നു എന്നതുകൊണ്ടാണ് കരാർ ലംഘനം നടത്തിയത് ഈ സ്ഥാപനത്തിന്റെ ഉടമയാണ്. അതുകൊണ്ട് ഇന്നലെ വരെ എടുത്തു വന്നിരുന്ന തൊഴില് സംരക്ഷിക്കുന്നതിന് വേണ്ടിയും മറ്റുള്ളവരുടെ തൊഴില് ഞങ്ങൾക്ക് നഷ്ടപ്പെടാതിരിക്കുന്നതിനും കൂടി വേണ്ടിയാണ് ഈ സമരം. അല്ലാതെ അദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സമരമല്ല അവിടെ നടക്കുന്നത്. ഇതിങ്ങനെ ഈ കുടിൽകെട്ടി സമരത്തിലേക്കൊക്കെ കടക്കുന്നതിന് മുമ്പ് തന്നെ ഒരു സമവായം തേടുക എന്നുള്ള ശ്രമം സ്വാഭാവികമായും ഉണ്ടാകുമല്ലോ. അതിൻ്റെ ഭാഗമായി സംസാരിച്ചിട്ടും ഉണ്ടാകണം. ഈ പ്രകാശ് സ്റ്റീൽസ് ആൻഡ് സിമന്റ്സിന്റെ അവരൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരിച്ചത് എന്താണ്? നേതാക്കളോട് വിശദീകരിച്ചത് എന്താണ്? സംസാരിക്കല് ഞങ്ങളെ പല രൂപത്തിലുള്ള ഇടപെടലിലൂടെ ഈ വിഷയം രമ്യമായ രീതിയിൽ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഇടപെട്ടു. പക്ഷെ അദ്ദേഹം തയ്യാറായില്ല. അദ്ദേഹം ഹൈക്കോടതിയെ സമീപിക്കുകയാണ് ഉണ്ടായത്. അതാണ് പ്രധാനപ്പെട്ട ഈ വിഷയം ഉണ്ടാവാനുള്ള കാരണം. ഇപ്പൊ ഈ വ്യാപാരികളുടെ പ്രതിഷേധത്തെ എങ്ങനെയാണ് കാണുന്നത്? CITU കാണുന്നത് എങ്ങനെയാണ്? വ്യാപാരികളുടെ പ്രതിഷേധത്തെ നമ്മൾ ഇതേ വ്യാപാരികൾ എല്ലാവരും കൂടി പണ്ട് കാലത്ത് ഇതേ പ്രകാശിന്റെ സ്ഥാപനത്തില് വിഷയം വന്നപ്പോൾ അവരുൾപ്പെടെ ഉണ്ടാക്കിയ ധാരണയുടെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയ കരാറാണ് ഇപ്പോ
ഈ പ്രകാശ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ആ സ്ഥാപനത്തിന്റെ ഉടമ ലംഘിച്ചിരിക്കുന്നത്. എന്താണ് ഈ സമരം തീർക്കാൻ എന്താണ് ഇപ്പോഴൊരു ഉപാധി എന്നുള്ള നിലയിൽ എന്താണ് CITU അവർക്ക് മുമ്പിലേക്ക് വെക്കുന്നത്? അല്ല, സമരം തീർക്കാൻ മറ്റൊരു മാർഗമില്ല. അവിടെ ഇപ്പോ ഹിന്ദിക്കാർ ചെയ്യുന്ന തൊഴിൽ നമ്മൾ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്, വേറെ മാർഗമൊന്നും. ഈ കോടതിയിലേക്ക് പോവുകയാണോ ഈ സ്ഥാപന ഉടമ? എന്താ പറയാ, സ്ഥാപന ഉടമ കോടതിയിലേക്ക് പോവുകയാണോ ഈ വിഷയത്തിൽ? കോടതിക്ക് സ്ഥാപന ഉടമ ഈ വിഷയം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് കോടതിയിലേക്ക് പോകാനുള്ള നീക്കത്തിലാണോ സി ശ്രീകുമാർ? അല്ല, കോടതിയിൽ ജസ്റ്റ് ഇപ്പൊ നിലവിൽ കേസുണ്ട്. കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ? കോടതിയിൽ കേസ് നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ ഇത് മാറ്റിവെച്ചിരിക്കുക. ശരി, വളരെ നന്ദി ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. ശ്രീകുമാരൻ CITUവിൻ്റെ പാലക്കാട് വൈസ് പ്രസിഡന്റാണ് ഇപ്പോൾ പ്രതികരിച്ചത്. ഈ സമരത്തിൽ നിന്ന് ആവശ്യങ്ങൾ അംഗീകരിക്കാതെ പിന്നോട്ടില്ല എന്നുള്ളതാണ് CITUവിൻ്റെ നിലപാട്. അവർ കുടിൽകെട്ടി സമരത്തിലാണ്. 4 ദിവസമായി ആ സമരം തുടരുകയാണ്. അതിനെതിരെയാണ് ഇപ്പോൾ വ്യാപാരികൾ കൂടി പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. അവിടെ കടകൾ അടച്ചുകൊണ്ട് വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം നടക്കുകയാണ്. ശ്രീകുമാറിനെതിരെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.